8 വർഷത്തിനു ശേഷം സിറിയയിൽ വിമതരും സൈന്യവും തമ്മിലുള്ള സംഘർഷം രൂക്ഷം. സാധാരണക്കാരടക്കം 200-ലധികം പേർ ഇതുവരെ കൊല്ലപ്പെട്ടു. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ ആസാദ് സർക്കാരിനെതിരെ ടർക്കിഷ് സായുധ സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലാണ് കലാപം. വിമത വിഭാഗം വടക്കുപടിഞ്ഞാറൻ നഗരമായ അലപ്പോയിലേക്ക് ഇരച്ചുകയറിയതോടെയാണ് സംഘർഷം രൂക്ഷമായത്. 2016-ൽ ഇറാന്റെയും റഷ്യയുടെയും ഷിയി സായുധ വിഭാഗങ്ങളുടെയും സഹായത്തോടെ വിമതരെ സിറിയ തുരത്തിയതിനു ശേഷം ആദ്യമായാണ് ഇവർ നഗരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. സർക്കാർ കൈവശമുള്ള സ്ഥാപനങ്ങളിൽ വിമതർ അപ്രതീക്ഷിതാക്രമണം നടത്തി. 2020 മാർച്ചിൽ റഷ്യയും തുർക്കിയും സംഘർഷം ലഘൂകരിക്കാനുള്ള കരാറിന് സമ്മതിച്ചിരുന്നു. ഇതിനുശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഇദ്ലിബിൽ കഴിഞ്ഞ ആഴ്ചകളിൽ റഷ്യയുടെയും സിറിയയുടെയും വ്യോമസേനകൾ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് തങ്ങളുടെ കടന്നാക്രമണമെന്നും വിമതർ വ്യക്തമാക്കി. എന്നാൽ റഷ്യയുടെ സഹായത്തോടെ വിമതരെ ചെറുക്കുന്നുണ്ടെന്ന് സിറിയ വ്യക്തമാക്കി. വിമതരെ തുരത്താനുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് റഷ്യയും അറിയിച്ചു. സംഭവത്തിൽ വലിയ ആശങ്കയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ പ്രതിനിധി ഡേവിഡ് കാർഡൻ വ്യക്തമാക്കി. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 27 സാധാരണക്കാരുൾപ്പെടെ 200-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ സിറിയൻ അധികൃതർ അലപ്പോ വിമാനത്താവളവും നഗരത്തിലേക്കുള്ള റോഡുകളും അടച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18.